ശ്രോതാവേ, ഈ പുതിയ വിശകലനത്തിലേക്ക് നിങ്ങൾക്ക് വലിയൊരു സ്വാഗതം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതായത്, വല്ലാതെ തിരക്കുള്ളൊരു റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ പെട്ടെന്നൊരു വലിയ അപകടത്തിൽ നിന്ന് തലനാഴേക്ക് രക്ഷപ്പെട്ടതായി. തീർച്ചയായും. ആ ഒരു സെക്കൻഡിൽ നമ്മുടെ ഹൃദയമിടിപ്പങ്ങ് നിലച്ചു പോകൂല്ലേ? അതെ, ശരിക്കൊരു നിമിഷം നമ്മൾ സ്തംഭിച്ചു പോവും. അല്ലെങ്കിൽ ജീവിതത്തിൽ ആരുമില്ലാതെ തീർത്തും ഒറ്റപ്പെട്ടുവെന്ന് കരുതിയ ഒരു ഇരുണ്ട സമയത്ത് കൃത്യമായ സഹായവുമായി അപ്രതീക്ഷിതമായ ഒരാൾ കടന്നുവന്നത് ഓർമ്മയുണ്ടോ? ഉണ്ട്. പലപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണത്. അതെ. അപ്പോഴൊക്കെ നിങ്ങൾക്ക് ചുറ്റും അദൃശ്യമായൊരു സുരക്ഷാവലയമുള്ളതായി, ഏതോ ഒരു ശക്തി നിങ്ങളെ പൊതിഞ്ഞുപിടിക്കുന്നതായി അനുഭവപ്പെട്ടിട്ടുണ്ടോ? നമ്മളിൽ മിക്കവരും ആ നിമിഷത്തിൽ ശരിക്കും അത്ഭുതപ്പെടും. പക്ഷെ പെട്ടെന്ന് തന്നെ അതിനെ വെറും ഭാഗ്യമെന്നോ നല്ല ടൈമിംഗ് എന്നോ ഒക്കെ വിളിച്ച് തള്ളിക്കളയാറാണ് പതിവ്. അതെ, നമ്മൾ അങ്ങനെ ചിന്തിക്കൂ. കാരണം കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒന്നിനെ, ഒരു അദൃശ്യ സാന്നിധ്യത്തെ അംഗീകരിക്കുക എന്നത് നമ്മുടെ ആ ഒരു ലോജിക്കൽ ബുദ്ധിക്ക് പെട്ടെന്ന് ദഹിക്കുന്ന കാര്യമല്ല. ശരിയാണ്. നമ്മൾ എന്തിനും ഭൗതികമായ ഒരു കാരണം അന്വേഷിക്കുന്നവരാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വിശകലനത്തിലൂടെ പരിശോധിക്കാൻ പോകുന്നത് നമ്മുടെ ആ ഒരു കാഴ്ചപ്പാടിനെ അടിമുടി മാറ്റുന്ന ഒരു വിഷയമാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടോപ്പിക്കാണ് ഇന്നത്തേത്. അതെ, ദ ഇൻവിസിബിൾ ഫോഴ്സ് റിക്കഗ്നൈസിംഗ് ദ റബ്ബ് ഇൻ ഡെയിലി ലൈഫ് എന്ന അതിമനോഹരമായൊരു ലേഖനത്തിലെയും അതുപോലെ ഖുറാനിലെ സൂറ ഫുസിലത്ത്, അതായത് 41-ാം അധ്യായത്തിലെ 37-ാം വചനത്തിലെയും ആശയങ്ങളാണ് നാം ഇന്ന് ആഴത്തിൽ നോക്കുന്നത്. തീർച്ചയായും. നമ്മൾ ദിവസവും കാണുന്ന, തികച്ചും സാധാരണമാണെന്ന് കരുതുന്ന കാര്യങ്ങൾക്ക് പിന്നിലെ കാണാപ്പുറങ്ങൾ നമ്മളിന്ന് അനാവരണം ചെയ്യാൻ പോവുകയാണ്. രാവിലെ നമ്മൾ ഉറക്കമുണരുന്നത് മുതൽ ഈ അദൃശ്യശക്തിയുടെ ഇടപെടൽ തുടങ്ങുന്നുണ്ടെന്നാണിതിൽ പറയുന്നത്. അതെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഓരോ ദിവസവും രാവിലെ ഉറക്കമുണരുമ്പോൾ തന്നെ കൃത്യമായ വെളിച്ചവും ചൂടും നൽകാൻ പാകത്തിൽ സൂര്യൻ അവിടെ ഉദിച്ചു നിൽപ്പുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കാറ് പോലുമില്ല അല്ലേ? ഇല്ല. അതുപോലെ നമ്മൾ രോഗബാധിതരാകുമ്പോൾ, ശരീരം വല്ലാതെ തളർന്നു കിടക്കുമ്പോൾ, കുറച്ചു ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ശരീരം തനിയേ ഭേദമാകുന്നു. വിമാനങ്ങളിൽ നമ്മൾ 30,000 അടി മുകളിലൂടെ മണിക്കൂറുകളോളം വളരെ സുരക്ഷിതമായി യാത്ര ചെയ്യുന്നു. ഓ, അതൊക്കെ വലിയ അത്ഭുതങ്ങൾ തന്നെയാണ്. അതെ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഡൈനിങ് ടേബിളിൽ പ്രഭാതഭക്ഷണം ഒരുക്കിവെക്കുന്നതുപോലെ നമുക്കാവശ്യമുള്ള ഓരോ സമയത്തും കൃത്യമായി സഹായങ്ങൾ എത്തിക്കുന്ന ഒരു കരുതൽ ഇതിനെല്ലാത്തിനും പിന്നിലുണ്ട്. ഒരു നിമിഷം ഇവിടെ ഞാനൊന്ന് ഇടപെടട്ടെ. ഇതെല്ലാം കേൾക്കാൻ വളരെ രസമുണ്ട്. പക്ഷെ കുറച്ചുകൂടി ലോജിക്കലായി ചിന്തിച്ചാൽ ഇതിന് വെറും ശാസ്ത്രം എന്ന് വിളിച്ചാൽ പോരെ? എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? അതായത്, സൂര്യൻ ഉദിക്കുന്നത് ആസ്ട്രോഫിസിക്സ് ആണ്. ഗുരുത്വാകർഷണം കാരണമാണ് ഗ്രഹങ്ങൾ കൃത്യമായി കറങ്ങുന്നത്. എനിക്ക് പനി വരുമ്പോൾ മാറുന്നത് എന്റെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റം പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. ശരിയാണ്. ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ അപകടം പറ്റാത്തത് എന്റെ നല്ല റിഫ്ലക്സുകൾ കാരണമാണ്. ഇതിനെയെല്ലാം എന്തിനാണ് ഒരു അദൃശ്യ ശക്തി അല്ലെങ്കിൽ കരുതലെന്ന് വിളിച്ച് റൊമാൻറ്റിസൈസ് ചെയ്യുന്നത്? ഗുരുത്വാകർഷണം പോലെ തനിയെ നടക്കുന്നൊരു മെക്കാനിക്കൽ പ്രക്രിയയല്ലേ ഇതെല്ലാം? അതൊരു മികച്ച ചോദ്യമാണ്. ഭൂരിഭാഗം ആളുകളും ചിന്തിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഗുരുത്വാകർഷണം എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതൊരു അന്ധമായ ജീവനില്ലാത്ത ശക്തിയാണ്. ജീവനില്ലാത്ത ശക്തിയെന്ന് പറയുമ്പോൾ? അതായത്, നിങ്ങളൊരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണാൽ ഗുരുത്വാകർഷണം നിങ്ങളെ താഴേക്ക് വലിക്കും. നിങ്ങളുടെ കാലൊടിയുമോ എന്ന് അത് നോക്കില്ല. അതിന് വിവേചനമില്ല. ഓക്കേ, അത് ശരിയാണ്. എന്നാൽ നമ്മൾ ഈ സംസാരിക്കുന്ന അദൃശ്യശക്തി അമ്മനെയല്ല. ഇതിലേറ്റവും വലിയ വ്യത്യാസം ഈ ശക്തിക്ക് വ്യക്തമായ ബോധമുണ്ട് എന്നതാണ്. ഇതൊരു കോൺഷ്യസ് ഫോഴ്സാണ്. കോൺഷ്യസ് ഫോഴ്സ് കൊള്ളാം. അതെ. ശാസ്ത്ര നിയമങ്ങളെയും ഗുരുത്വാകർഷണത്തെയുമൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കനുസരിച്ച് അത് പ്രവർത്തിക്കുന്നു. ഉദാഹരണത്തിന്, നമ്മൾ മാനസികമായി വല്ലാതെ തളർന്നിരിക്കുമ്പോൾ, ആരെങ്കിലും ഒന്ന് സംസാരിച്ചിരുന്നെങ്കിലെന്ന് കൊതിക്കുമ്പോൾ കൃത്യം ആ നിമിഷത്തിൽ ഒരു സുഹൃത്ത് നിങ്ങളെ വിളിക്കുന്നത് ശാസ്ത്രമല്ല. അതൊരു പോയിന്റാണ്. അതൊരു ബോധപൂർവമായ ഇടപെടലാണ്. നിങ്ങളുടെ ആവശ്യം അറിഞ്ഞുകൊണ്ടുള്ള ഒരു കരുതലാണ്. അതൊരു പുതിയ ചിന്തയാണ്. അന്ധമായ പ്രകൃതി നിയമങ്ങളും ബോധപൂർവമുള്ള കരുതലുമായുള്ള ആ വ്യത്യാസം. പക്ഷെ ഇവിടെ കാര്യം ശരിക്കും കൗതുകകരമാവുന്നുണ്ട്. ഈ ശക്തിക്ക് ഇത്രത്തോളം ബോധമുണ്ടെങ്കിൽ, അത് നമ്മുടെ ഓരോ ചെറിയ ആവശ്യങ്ങളും അറിഞ്ഞ് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് നമ്മൾ മനുഷ്യർ അതിനെ തിരിച്ചറിയാതെ പോകുന്നത്? അത് മനുഷ്യന്റെ മനഃശാസ്ത്രത്തിന്റെ ഒരു വലിയ പരിമിതിയാണ്. നമ്മൾ എപ്പോഴും തൊട്ടുമുന്നിൽ കാണുന്ന കാരണങ്ങളെ, അതായത് ഇമ്മീഡിയറ്റ് കോസസ്, പെട്ടെന്നുള്ള കാരണങ്ങളല്ലേ? അതെ, ആ ഇമ്മീഡിയറ്റ് കാരണങ്ങളെയാണ് നമ്മൾ ആരാധിക്കാനും വിശ്വസിക്കാനും ഇഷ്ടപ്പെടുന്നത്.
രോഗം മാറുമ്പോൾ നമ്മൾ ഡോക്ടറെയും മരുന്നിനെയും പ്രകീർത്തിക്കും. വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ പൈലറ്റിന്റെ കഴിവിനെയും സാങ്കേതിക വിദ്യയും വാഴ്ത്തും. ശരിയാണ്. നമ്മൾ കാണുന്നതിനെയല്ലേ വിശ്വസിക്കൂ. അതെ, നമ്മുടെ കണ്ണിനു മുന്നിൽ കാണുന്ന പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾക്കപ്പുറത്തേക്ക് ചിന്തിക്കാൻ നമ്മുടെ തലച്ചോറ് പലപ്പോഴും മടി കാണിക്കുന്നു. ഇത് കൃത്യമായി മനസ്സിലാക്കാൻ എനിക്കൊരു ഉദാഹരണം പറയാൻ കഴിയും. നമ്മൾ ദിവസവും രാവിലെ ബാത്റൂമിൽ പോയി പൈപ്പ് തുറക്കുന്നു, അതിൽ നിന്ന് വെള്ളം വരുന്നു. നമ്മളെ സംബന്ധിച്ച് അതൊരു വളരെ സാധാരണമായ കാര്യമാണ്. വളരെ സാധാരണമായ കാര്യം. സാധ്യതകൾ ഒത്തുവരണമെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ദൂരെ എവിടെയോ ഉള്ള ഒരു ഡാമിൽ നിന്നോ റിസർവോയറിൽ നിന്നോ തുടങ്ങുന്ന യാത്രയാണത്. അതെ, കിലോമീറ്ററുകളോളം നീളമുള്ള പൈപ്പുകൾ, ആയിരക്കണക്കിന് വാൽവുകൾ, മോട്ടോറുകൾ, സങ്കീർണമായ പ്രഷർ സിസ്റ്റങ്ങൾ. ഇതിനിടയിൽ ആ വെള്ളം വരാതിരിക്കാൻ ലക്ഷക്കണക്കിന് കാരണങ്ങളുണ്ടായിരുന്നു. എവിടെയെങ്കിലും ഒരു പൈപ്പ് പൊട്ടാം, ഒരു വാൽവ് ബ്ലോക്കാകാം, ഇലക്ട്രിസിറ്റി പോയി പമ്പ് നിന്നു പോകാം. കൃത്യം, ഒരുപാട് തടസ്സങ്ങളുണ്ടാകാം. എന്നിട്ടും ആ ലക്ഷക്കണക്കിന് തടസ്സങ്ങളെ അതിജീവിച്ച് ആ ഒറ്റ ശരിയായ വഴിയിലൂടെ കൃത്യമായി നിങ്ങളുടെ ടാപ്പിലൂടെ ആ വെള്ളം പുറത്തേക്ക് വന്നു. എന്നിട്ടും നമ്മൾ എന്തു ചെയ്യുന്നു? നല്ല പ്ലംബിംഗ് സിസ്റ്റം ഉണ്ടാക്കിയ വാട്ടർ അതോറിറ്റിയെ നമ്മൾ വാഴ്ത്തുന്നു. അത് തന്നെയാണ് പ്രശ്നത്തിന്റെ പേര്. ഈ പ്ലംബിംഗ് സിസ്റ്റം എന്നത് ഒരു ഇമ്മീഡിയറ്റ് കോസ് മാത്രമാണ്. അതൊരു ഇടനിലക്കാരൻ മാത്രമാണ്. ഈ ഇടനിലക്കാരെ മാത്രം കണ്ട് നമ്മൾ അന്തിമ കാരണത്തെ, ആ അദൃശ്യ ശക്തിയെ മറക്കുന്നു. അവിടെയാണ് യഥാർത്ഥ പ്രശ്നം കിടക്കുന്നത്. ഇവിടെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സൂറ ഫുസ്സിലത്ത് 41-ാം അധ്യായം 37-ാം വചനത്തിന്റെ പ്രസക്തി വരുന്നത്. പകലും രാത്രിയും സൂര്യനും ചന്ദ്രനും വെറും അടയാളങ്ങൾ മാത്രമാണ് എന്നത് അത് വളരെ വ്യക്തമായി പറയുന്നു. അതായത് അവ വെറും ടൂളുകളാണെന്ന്. അതെ, സൂര്യൻ പ്രകാശം തരുന്നു എന്നത് ശരിയാണ്. പക്ഷേ സൂര്യനല്ല പ്രകാശത്തിന്റെ യഥാർത്ഥ ഉറവിടം. സൂര്യനും ചന്ദ്രനുമെല്ലാം പ്രകൃതിയിലെ പൈപ്പ് ലൈനുകൾ പോലെയാണ്. നമ്മൾ ആ പൈപ്പുകളെയല്ല ആരാധിക്കേണ്ടത്. പിന്നെയോ? അതിലൂടെ വെളിച്ചവും ജീവനും നൽകുന്ന, അതിനെല്ലാം പിന്നിലുള്ള ആ അദൃശ്യ ശക്തിയെ, ആ നാഥനെ അഥവാ റബ്ബിനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് ആ വചനം ഓർമ്മിപ്പിക്കുന്നു. വാവ്! അപ്പോ പൈപ്പ് ലൈനുകളേക്കാൾ ഉപരിയായി അന്തിമമായ ആ ശക്തിയിൽ വിശ്വസിക്കുക. ഇത് കേൾക്കാൻ വളരെ ആശ്വാസം നൽകുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ. തീർച്ചയായും. പക്ഷേ ഈ ചിന്തയെ ഞാൻ കുറച്ചുകൂടി വലിയൊരു ക്യാൻവാസിലേക്ക് മാറ്റാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ദിവസവും വാർത്തകൾ കാണുന്നുണ്ട്. ലോകത്ത് നടക്കുന്ന ഭയാനകമായ കാര്യങ്ങൾ. ലോകമഹായുദ്ധം വരുമോ എന്ന പേടി, സാമ്പത്തിക തകർച്ചകൾ, ആഗോള പ്രശ്നങ്ങൾ. അതെ, എന്റെ രാവിലത്തെ കാപ്പിക്ക് പിന്നിൽ ഒരു അദൃശ്യ ശക്തിയുടെ കരുതലുണ്ട് എന്ന് വിശ്വസിക്കുന്നത് എളുപ്പമാണ്. എന്നാൽ നമ്മുടെ യാതൊരു നിയന്ത്രണത്തിലുമില്ലാത്ത, ലോകത്ത് മുഴുവൻ നശിപ്പിക്കാൻ പോകുന്ന വലിയ സംഭവങ്ങളെ നമ്മൾ എങ്ങനെയാണ് നേരിടുക? ഈ സ്നേഹനിധിയായ ശക്തി എല്ലാറ്റിനും മുകളിലുണ്ടെങ്കിൽ മൂന്നാം ലോക മഹായുദ്ധം പോലെയുള്ള ഭയങ്ങൾക്ക് അവിടെ എന്ത് പ്രസക്തിയാണുള്ളത്? വളരെ ആഴത്തിലുള്ളൊരു ചോദ്യമാണിത്. മൈക്രോ ലെവലിൽ നിന്ന് മാക്രോ ലെവലിലേക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഈ ആശയക്കുഴപ്പമുണ്ടാകും. പക്ഷേ ഈ സ്നേഹനിധിയായ ബോധമുള്ള ശക്തിയെ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാൽ പിന്നെ ലോകത്ത് നടക്കുന്ന ഒരു സംഭവങ്ങളെയും നമ്മൾ ഭയപ്പെടില്ല എന്നതാണ് സത്യം. അതെങ്ങനെയാണ് സാധിക്കുക? പകലും രാത്രിയും സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കും. അത് നമ്മുടെ ആഗ്രഹപ്രകാരമല്ല നടക്കുന്നത്. എനിക്കിന്ന് രാത്രി വേണ്ട, എപ്പോഴും പകൽ മതി എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. ഇല്ല, അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. എങ്കിലും ഇരുട്ട് വരുമ്പോൾ നമ്മൾ ആരും പേടിച്ച് നിലവിളിക്കാറില്ലല്ലോ. ഇല്ല, നമ്മൾ ലൈറ്റ് ഇടുന്നു, അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്നു. ഇരുട്ടൊരു യാഥാർത്ഥ്യമായി നമ്മൾ അംഗീകരിക്കുന്നു. കൃത്യമായി പറഞ്ഞു. കാരണം രാത്രി എന്നത് നമ്മെ നശിപ്പിക്കാനുള്ളതല്ലെന്നും അത് സിസ്റ്റത്തിന്റെ ഭാഗമാണെന്നും നമുക്കറിയാം. ആ മാറ്റത്തെ നമ്മൾ അംഗീകരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഭൗമരാഷ്ട്രീയത്തിലെ വലിയ മാറ്റങ്ങളും. അതായത് യുദ്ധങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ. അതെ, ലോകമഹായുദ്ധത്തിന്റെ ഭീതിയായാലും സാമ്പത്തിക തകർച്ചയായാലും രാത്രിയെ നമ്മൾ എങ്ങനെയാണോ നോക്കിക്കാണുന്നത് അതുപോലെ വേണം ഈ സംഭവങ്ങളെയും കാണാൻ. സംഭവങ്ങളല്ല ഇവിടെ പ്രധാനം, അത് നമ്മുടെ നിയന്ത്രണത്തിലുമല്ല. പിന്നെന്താണ് പ്രധാനം? ആ സംഭവങ്ങളിലൂടെ നമ്മെ നയിക്കുന്ന ആ നാഥനിൽ അഥവാ റബ്ബിലാണ് നാം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. സിസ്റ്റത്തെ നിയന്ത്രിക്കുന്ന ശക്തി നമ്മുടെ നന്മയാണ് ആഗ്രഹിക്കുന്നത് എന്ന ബോധ്യമുണ്ടാകുമ്പോൾ ലോകത്തെന്ത് നടന്നാലും നമ്മളിലെ ഭയമില്ലാതാകും. ആ ഭയമില്ലാതാകുക എന്നത് വലിയൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ വളരെ സ്വാഭാവികമായ മറ്റൊരു ചോദ്യം വരുന്നുണ്ട്. എന്നെ കേൾക്കുന്ന ഏതൊരാളുടെ മനസ്സിലും ഇത് തോന്നും.
ചോദിക്കൂ. സിസ്റ്റം മുഴുവൻ എന്നെ സ്നേഹിക്കുന്ന ഒരു അദൃശ്യ ശക്തിയുടെ കൈകളിലാണെങ്കിൽ, എല്ലാം എന്റെ നന്മയ്ക്കാണ് നടക്കുന്നതെങ്കിൽ, എന്തിനാണ് എന്റെ ജീവിതത്തിൽ ഇത്രയധികം ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നത്? ഉം. എന്തിനാണ് പ്രിയപ്പെട്ടവരുടെ മരണം, രോഗം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ? സാധാരണയായി കാര്യങ്ങൾ സുഗമമായി നടക്കുമ്പോൾ ദൈവം നമ്മോട് സന്തോഷവാനാണെന്നും, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ എന്തോ തെറ്റ് ചെയ്തതുകൊണ്ട് ദൈവം നമ്മളെ ശിക്ഷിക്കുകയാണെന്നുമാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. അത് നമ്മൾ മനുഷ്യർ കാലങ്ങളായി വെച്ചു പുലർത്തുന്ന തികച്ചും തെറ്റായ ഒരു ചിന്താഗതിയാണ്. ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അത് ദൈവത്തിന്റെ കോപമാണെന്ന് കരുതുന്നത് നമ്മുടെ അജ്ഞതയാണ്. അജ്ഞതയാണോ? അതെ, യഥാർത്ഥത്തിൽ നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് ആ ശക്തി നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. ഇതൊരു സിനിമ കാണുന്നതുമായി താരതമ്യം ചെയ്യാം. ഒരു സിനിമ? നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതോ? അതെ, നമ്മളൊരു തിയേറ്ററിൽ പോയി ഒരു മികച്ച സിനിമ കാണുന്നു എന്ന് കരുതുക. ആ സിനിമയിൽ വെറും ചിരിയും സന്തോഷവും മാത്രമല്ലല്ലോ ഉള്ളത്. അല്ല, അതിൽ വില്ലനുണ്ടാകും, ഫൈറ്റുണ്ടാകും. അതെ, അതിൽ സംഘർഷങ്ങളുണ്ടാകും, സങ്കടപ്പെടുത്തുന്ന രംഗങ്ങളുണ്ടാകും, നായകൻ തോൽവികൾ ഏറ്റുവാങ്ങുന്ന ഹൃദയഭേദകമായ നിമിഷങ്ങളുണ്ടാകും. നമ്മൾ ടിക്കറ്റ് എടുത്തു പോയിരുന്ന് ഇതെല്ലാം കാണുന്നു. ശരിയാണ്. നായകന് വലിയൊരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ പേടിച്ച് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകാറുണ്ടോ? ഇല്ല. കാരണം ആ സംഘർഷങ്ങളില്ലാതെ ആ സിനിമയ്ക്ക് ഒരു പൂർണ്ണത ഉണ്ടാകില്ല എന്ന് നമുക്കറിയാം. അതെല്ലാം ആ വലിയ കഥയുടെ, ആ അനുഭവത്തിന്റെ ഭാഗമാണ്. വാവ്, ആ ഉദാഹരണം വളരെ കൃത്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. ബുദ്ധിമുട്ടുകളും വേദനകളും ഈ ജീവിതമെന്ന മഹാകാവ്യത്തിലെ ചില രംഗങ്ങൾ മാത്രമാണ്. അത് നമ്മെ കൂടുതൽ കരുത്തരാക്കാനും പക്വതയുള്ളവരാക്കാനുമുള്ള പരിശീലനമാണ്. സിനിമയുടെ ഉദാഹരണം കൊള്ളാം. അത് കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ സിനിമാ തിയേറ്ററിലിരിക്കുമ്പോൾ നമ്മൾ സേഫാണ്. അവിടെ നമുക്ക് നേരിട്ടൊന്നും സംഭവിക്കില്ല. ഞാൻ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയ മറ്റൊരു ഉദാഹരണം കൊണ്ടുവരാം. തീർച്ചയായും, പറയൂ. സ്കൈ ഡൈവിംഗ്. വിമാനത്തിൽ കയറി 10,000 അടി മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്ന ആ ഒരു വിനോദം. നമ്മൾ പണം കൊടുത്ത് സ്കൈ ഡൈവിംഗ് ചെയ്യാൻ പോകുമ്പോൾ ആ വിമാനത്തിന്റെ തുറന്നിട്ട വാതിൽക്കൽ നിൽക്കുമ്പോൾ പുറത്ത് വലിയ കാറ്റായിരിക്കും. ഭയങ്കര പേടിയാകുന്ന നിമിഷം. അതെ, താഴേക്ക് നോക്കുമ്പോൾ ഭൂമി വളരെ ചെറുതായി കാണാം. ഹൃദയമിടിപ്പ് വല്ലാതെ കൂടും. നമ്മൾ ചിലപ്പോൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കും. എന്നിട്ട് വളരെ ആവേശത്തോടെ താഴേക്ക് ചാടുന്നു. അത് വളരെ ഭയാനകമായ, ജീവൻ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു അനുഭവമാണ്. എന്നിട്ടും നമ്മളത് അതിയായി ആസ്വദിക്കുന്നു. അതെ, ആ ഒരു അഡ്രിനാലിൻ റഷ്. എന്നാൽ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്കെന്റെ ജോലി നഷ്ടപ്പെട്ടു എന്നറിയുന്നു, അല്ലെങ്കിൽ എനിക്ക് ഗുരുതരമായ ഒരു രോഗമുണ്ടെന്ന് ഡോക്ടർ പറയുന്നു, അപ്പോൾ ഞാൻ പൂർണ്ണമായും തകർന്നു പോകുന്നു. ശരിയാണ്. സ്കൈ ഡൈവിംഗും ജോലി പോകുന്നതും ഒരേപോലെ അഡ്രിനാലിൻ റഷ് ഉണ്ടാക്കുന്ന, ഭയപ്പെടുത്തുന്ന പ്രതിസന്ധികളാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഒരെണ്ണം നമ്മൾ ആസ്വദിക്കുകയും മറ്റേതിൽ നമ്മൾ തകർന്നു പോവുകയും ചെയ്യുന്നത്? വളരെ കൃത്യമായ ഒരു നിരീക്ഷണമാണത്. എന്തുകൊണ്ടാണ് മനുഷ്യമനസ്സ് ഈ രണ്ടവസ്ഥകളോട് രണ്ട് രീതിയിൽ പ്രതികരിക്കുന്നത്? ഇതിന്റെ ഉത്തരം കിടക്കുന്നത് മനുഷ്യന്റെ നിയന്ത്രണത്തിലുള്ള മിഥ്യാധാരണയിലാണ്. അതായത് ഇലൂഷൻ ഓഫ് കൺട്രോൾ. ഇല്യൂഷൻ ഓഫ് കൺട്രോൾ ഒന്ന് വിശദീകരിക്കാമോ? സ്കൈ ഡൈവിംഗ് എന്നത് നമ്മൾ പ്ലാൻ ചെയ്ത ഒരു പരീക്ഷയാണ്. അതൊരു പ്ലാൻഡ് ടെസ്റ്റാണ്. നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം അവിടെ പോയതാണ്. അതിലെ റിസ്ക് നമുക്കറിയാം. നമ്മൾ അതിനായി മാസങ്ങളോളം മാനസികമായി തയ്യാറെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഭയത്തെ നമ്മൾ ഒരു ത്രില്ലായി മാറ്റുന്നു. നമ്മൾ പ്രിപ്പയർഡാണ്. അതെ. എന്നാൽ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ അങ്ങനെയല്ല. ജോലി പോകുന്നതോ രോഗം വരുന്നതോ ഒരു സർപ്രൈസ് പരീക്ഷയാണ്. മുൻകൂട്ടി നമ്മളതിന് ഒട്ടും തയ്യാറല്ല. നമ്മൾ ജീവിതം പൂർണ്ണമായും നമ്മുടെ കൺട്രോളിലാണെന്ന് വിശ്വസിച്ച് സുഖമായി ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ തിരിച്ചടി വരുന്നത്. ആ സർപ്രൈസ് എലമെന്റാണ് നമ്മെ തകർക്കുന്നത്. അതായത് സ്കൂളിൽ നമ്മൾ നന്നായി പഠിച്ചുപോയൊരു പരീക്ഷ എഴുതുമ്പോഴുള്ള ആവേശവും, എന്നാൽ ക്ലാസ്സിൽ വെറുതെ ഇരിക്കുമ്പോൾ ടീച്ചർ പെട്ടെന്നൊരു സർപ്രൈസ് ടെസ്റ്റ് തരുമ്പോഴുണ്ടാകുന്ന ആ പരിഭ്രാന്തിയും പോലെ. എക്സാക്ട്ലി, അതുതന്നെ. പക്ഷേ എന്തിനാണ് ആ അദൃശ്യ ശക്തി, അല്ലെങ്കിൽ നമ്മളെ പരിപാലിക്കുന്ന നാഥൻ, നമുക്ക് എപ്പോഴും ഇത്തരം സർപ്രൈസ് ടെസ്റ്റുകൾ നൽകുന്നത്? എനിക്ക് മുൻകൂട്ടിയൊരു വാർണിംഗ് തന്നുകൂടെ? അവിടെയാണ് ആ അദൃശ്യനായ അധ്യാപകന്റെ ബുദ്ധി. സർപ്രൈസ് ടെസ്റ്റുകൾ നൽകുന്നത് നിങ്ങളെ തോൽപ്പിക്കാനല്ല. പ്ലാൻ ചെയ്ത പരീക്ഷകളിൽ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ യഥാർത്ഥ സ്വഭാവമല്ല. അത് നമ്മൾ തയ്യാറെടുത്തു വന്നൊരു മുഖം മാത്രമാണ്. ശരിയാണ്, നമ്മൾ അഭിനയിക്കുകയായിരിക്കും. അതെ. എന്നാൽ ഒരു സർപ്രൈസ് ടെസ്റ്റിൽ മാത്രമാണ് നിങ്ങളുടെ യഥാർത്ഥ കഴിവ്, നിങ്ങളുടെ ഉള്ളിലെ സഹനശക്തി പുറത്തുവരുന്നത്.
ജീവിതത്തിലെ ഈ അപ്രതീക്ഷിത സംഭവങ്ങൾ നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മനസ്സിലാക്കി കൊടുക്കാൻ ആ അദൃശ്യ ശക്തി നടത്തുന്ന ഇടപെടലുകളാണ്. വളരെ അർത്ഥവത്തായ ഒരു കാഴ്ചപ്പാടാണിത്. സർപ്രൈസ് ടെസ്റ്റുകളെ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും അവ നമ്മളെ രൂപപ്പെടുത്തുന്നു. ഈ സർപ്രൈസ് ടെസ്റ്റുകളെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന മറ്റൊരു കാര്യത്തിലേക്ക് നമ്മൾ സ്വാഭാവികമായും എത്തിച്ചേരുകയാണ്. മരണത്തെക്കുറിച്ചാണോ പറയുന്നത്? അതെ, മരണമെന്ന യാഥാർത്ഥ്യം. മരണമെന്നത് ഏതൊരാളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സർപ്രൈസ് പരീക്ഷയല്ലേ? ആർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒന്ന്. തീർച്ചയായും. മനുഷ്യ മനസ്സ് മരണത്തെ എങ്ങനെ കാണുന്നു എന്നത് വളരെ സങ്കീർണമായ ഒരു കാര്യമാണ്. ചില ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ജീവിതം മടുത്തതുകൊണ്ടല്ലേ? അതുമാത്രമല്ല, മരണം എന്ന ആ വലിയ സർപ്രൈസ് ടെസ്റ്റിനെ ഒരു പ്ലാൻഡ് ടെസ്റ്റാക്കി മാറ്റാൻ വേണ്ടിയുള്ള മനുഷ്യന്റെ വളരെ ദയനീയമായ ഒരു ശ്രമം കൂടിയാണത്. ആത്മഹത്യ ചെയ്യുമ്പോൾ അവർക്ക് മരണത്തിന്റെ സമയം തീരുമാനിക്കാം, രീതി തീരുമാനിക്കാം, എങ്ങനെയെങ്കിലും ആ കൺട്രോൾ സ്വന്തം കൈകളിൽ വെക്കാനുള്ള ഒരു വ്യഗ്രതയാണത്. വാവ്, ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിരുന്നില്ല. അനിശ്ചിതത്വത്തെ നേരിടാനുള്ള ഭയം കൊണ്ടാണ് പലരും അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യം മറ്റൊന്നാണ്. മരണമെന്നത് വലിയ കാര്യമോ ഭയപ്പെടേണ്ട ബുദ്ധിമുട്ടോ അല്ല എന്നതാണ് യഥാർത്ഥ വസ്തുത. ഒരു നിമിഷം, മരണം ഭയപ്പെടേണ്ട ഒന്നല്ല എന്നോ? ഏതൊരു മനുഷ്യന്റെയും ഏറ്റവും വലിയ പേടി മരണം തന്നെയല്ലേ? എല്ലാം അവസാനിക്കുന്ന ആ നിമിഷം. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നോക്കൂ, മരണം വെറുമൊരു വാതിൽ മാത്രമാണ്. ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് കടക്കുന്ന വാതിൽ. നമ്മളെല്ലാവരും ആ വാതിലിനെ നോക്കി പേടിച്ചിരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ ഭയപ്പെടേണ്ടത് ആ വാതിലല്ല. പിന്നെന്തിനെയാണ്? ആ വാതിലിനപ്പുറമുള്ള കാര്യങ്ങളെയാണ്. മരണശേഷമുള്ള ന്യായവിധി ദിവസത്തെ, അതായത് ഡേ ഓഫ് ജഡ്ജ്മെന്റ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തികൾക്കും നമ്മൾ കണക്ക് പറയേണ്ടി വരുന്ന ആ വലിയ ചോദ്യം ചെയ്യലാണ് യഥാർത്ഥത്തിൽ ഏറ്റവും ഭയപ്പെടുത്തേണ്ട കാര്യം. ആ അന്തിമമായ വിചാരണ. അതെ. എന്നാൽ വിരോധാഭാസമെന്ന് പറയട്ടെ, നമ്മൾ ആ വാതിലിനെ പേടിച്ച് ജീവിതം മുഴുവൻ തീർക്കുന്നു. വാതിലിനപ്പുറമുള്ള ആ യഥാർത്ഥ പരീക്ഷയെക്കുറിച്ച് ആരും ചിന്തിക്കുന്നേയില്ല. അത് വളരെ ശരിയാണ്. നമ്മൾ എങ്ങനെയാണ് മരിക്കുക എന്നോർത്ത് വ്യാകുലപ്പെടുന്നു. എന്നാൽ മരിച്ചതിന് ശേഷം എന്ത് സംഭവിക്കുമെന്നതിനെക്കുറിച്ച് നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തുന്നില്ല. അങ്ങനെയെങ്കിൽ ഒരു വലിയ ചോദ്യം ബാക്കിയാവുകയാണ്. എന്താണത്? എനിക്ക് ഓഫീസിലെ ഒരു മീറ്റിംഗിനു വേണ്ടി പവർ പോയിന്റ് പ്രസന്റേഷൻ ഉണ്ടാക്കി തയ്യാറെടുക്കാം. പക്ഷേ ഈ പറയുന്ന അപ്രതീക്ഷിത പരീക്ഷകൾക്കും മരണാനന്തരമുള്ള വലിയ ചോദ്യം ചെയ്യലിനും ഞാൻ എങ്ങനെയാണ് തയ്യാറെടുക്കുക? ഇതിനൊരു പ്രാക്ടിക്കലായ വഴിയുണ്ടോ? തീർച്ചയായുമുണ്ട്. വളരെ ലളിതമായ 2 കാര്യങ്ങൾ നമ്മൾ പരിശീലിക്കണം. ഒന്ന്, ഈ ജീവിതത്തെ നേരിടാൻ, ഇവിടുത്തെ സർപ്രൈസ് ടെസ്റ്റുകളെ നേരിടാൻ നമ്മൾ നമ്മുടെ ചിന്തകളെ മെച്ചപ്പെടുത്തണം. തിങ്കിങ് മാറ്റണമെന്ന്? അതായത് ഇങ്ങനെ: നാളെ നിങ്ങളുടെ വണ്ടി കേടാവുമ്പോഴോ ജോലിയിലൊരു പ്രശ്നം വരുമ്പോഴോ നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റുക. ഇതെന്തുകൊണ്ട് എനിക്ക് സംഭവിച്ചു എന്ന് കരയുന്നതിനു പകരം ആ അദൃശ്യ ശക്തി ഈ അനുഭവത്തിലൂടെ എന്നെ എന്താണ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ചിന്തിച്ചു തുടങ്ങുക. ഇമ്മീഡിയറ്റ് കാരണങ്ങളെ പഴിചാരുന്നത് നിർത്തുക. ഓക്കേ, ചിന്തകളെ മാറ്റുക. രണ്ടാമത്തെ കാര്യമോ? രണ്ടാമതായി, മരണാനന്തരമുള്ള ആ വലിയ പരീക്ഷയെ അഥവാ ന്യായവിധി ദിവസത്തെ നേരിടാൻ നമ്മൾ നമ്മുടെ പ്രവൃത്തികളെയാണ് മെച്ചപ്പെടുത്തേണ്ടത്. അതായത് ആക്ഷൻസ്. നമ്മുടെ കർമ്മങ്ങൾ. അതെ, കാരുണ്യം, സഹാനുഭൂതി, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ്. നമ്മൾ ഇന്ന് സംസാരിച്ച ഈ അറിവ് കേവലം ഒരു ഫിലോസഫിയായി മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ പോരാ. അത് നാളെ നിങ്ങളുടെ സഹപ്രവർത്തകനോടോ കുടുംബത്തോടോ ഉള്ള നിങ്ങളുടെ പെരുമാറ്റത്തിൽ മാറ്റമുണ്ടാക്കണം. അപ്പോഴാണ് അത് അർത്ഥവത്താവുന്നത്. അപ്പോ ചിന്തകളെ മെച്ചപ്പെടുത്തി ജീവിതത്തെ നേരിടുക, പ്രവൃത്തികളെ മെച്ചപ്പെടുത്തി ആ വലിയ പരീക്ഷയെ നേരിടുക. എത്ര മനോഹരമായൊരു സന്ദേശം! നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിന്റെ കാതൽ ഇതാണ്. നമ്മൾ പൈപ്പ് ലൈനുകളെ ആരാധിക്കുന്നത് നിർത്തണം. പകരം വെള്ളം നൽകുന്ന ആ യഥാർത്ഥ ശക്തിയെ തിരിച്ചറിയണം. തീർച്ചയായും. ശാസ്ത്രവും സാങ്കേതികവിദ്യയുമെല്ലാം ഉപകരണങ്ങൾ മാത്രമാണ്. അവയ്ക്ക് പിന്നിലുള്ള ആ കോൺഷ്യസ് ഫോഴ്സിനെ നാം മനസ്സിലാക്കണം. ബുദ്ധിമുട്ടുകളെ ശിക്ഷയായി കാണാതെ നമ്മെ വളർത്താനുള്ള സർപ്രൈസ് ടെസ്റ്റുകളായി കണ്ട് ജീവിതമെന്ന ആ വലിയ സിനിമാനുഭവത്തെ പൂർണ്ണമായി ആസ്വദിക്കാൻ പഠിക്കണം. അതെ, ഈ ഒരു തിരിച്ചറിവുണ്ടായാൽ അത് നമ്മളിലെ ഉത്കണ്ഠകളെയും ഡിപ്രഷനെയും വലിയൊരളവ് വരെ ഇല്ലാതാക്കാൻ സഹായിക്കും. ഈ വലിയ പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മെ സ്നേഹത്തോടെ പരിപാലിക്കുന്ന ഒരു സംവിധാനം നമുക്ക് ചുറ്റുമുണ്ടെന്ന തോന്നൽ നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. തീർച്ചയായും.
അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നാളെ രാവിലെ ഉറക്കമുണർന്നെഴുന്നേൽക്കുമ്പോൾ, നിങ്ങൾക്ക് മുൻപിൽ വന്നു ചേരുന്ന പ്രഭാത ഭക്ഷണം കാണുമ്പോൾ, അല്ലെങ്കിൽ ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം വരുമ്പോൾ ഒന്ന് നിൽക്കുക, വെറുതെ ഒന്ന് ഓർക്കുക. ആ വെള്ളം നിങ്ങളിലേക്കെത്തിക്കാൻ പ്രപഞ്ചം നടത്തിയ വലിയ പ്രക്രിയയെക്കുറിച്ച്. നിങ്ങളുടെ ഓരോ ചുവടിലും നിങ്ങളെ കാത്തുരക്ഷിക്കുന്ന ആ അദൃശ്യമായ സുരക്ഷാവലയത്തെക്കുറിച്ച്. ആ ഒരൊറ്റ ചിന്ത നിങ്ങളുടെ നാളത്തെ ദിവസത്തെ എത്രമാത്രം ശാന്തമാക്കുമെന്നും ഊർജ്ജസ്വളമാക്കുമെന്നും വെറുതെ ഒന്ന് അനുഭവിച്ചറിയുക. അതെ, അതൊരു വലിയ മാറ്റം കൊണ്ടുവരും. അവസാനമായി നിങ്ങൾക്ക് ചിന്തിക്കാനൊരു കാര്യം കൂടി ഞാൻ നൽകുകയാണ്. നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന അപ്രതീക്ഷിത പരീക്ഷകളെയും ബുദ്ധിമുട്ടുകളെയും ഭയക്കുന്നതിന് പകരം ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ പരീക്ഷകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ആ അദൃശ്യനായ അധ്യാപകൻ ഒരുപക്ഷേ നിങ്ങളുടെ സ്വന്തം കഴിവുകളിൽ നിങ്ങൾക്ക് തന്നതിനേക്കാൾ കൂടുതൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടെങ്കിലോ? ഒരുപക്ഷേ നിങ്ങൾ ഈ പരീക്ഷയിൽ ഒരിക്കലും തോൽക്കില്ല, നിങ്ങൾക്കിത് എളുപ്പം മറികടക്കാൻ കഴിയും എന്ന് ആ ശക്തിക്ക് പൂർണ്ണ ഉറപ്പുള്ളതുകൊണ്ടായിരിക്കില്ലേ ഇത്രയും കടുപ്പമുള്ളൊരു സർപ്രൈസ് ടെസ്റ്റ് നിങ്ങൾക്ക് നൽകിയത്? വളരെ ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യമാണത്. അതെ, നിങ്ങൾക്ക് നീന്താൻ അറിയാമെന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ലേ നിങ്ങളെ ആഴത്തിലേക്ക് വലിച്ചെറിഞ്ഞത്? ആ ഒരു പുതിയ കാഴ്ചപ്പാട് നിങ്ങളുടെ പ്രതിസന്ധികളെ എങ്ങനെ മാറ്റും എന്ന് ചിന്തിച്ചു നോക്കുക. ആ ചിന്തയിൽ ഇന്നത്തെ ഈ വിശകലനം നമുക്ക് അവസാനിപ്പിക്കാം. തികച്ചും വ്യത്യസ്തമായ മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. വിട.